വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നവാബി ഷമായി. ഒരു സ്വീറ്റ് റെസിപ്പി ആട്ടോ. സൂപ്പർ ടേസ്റ്റാ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. 1 കപ്പ് പൊടിച്ച പഞ്ചസാര, കോൺഫ്ലവർ, കസ്റ്റാർഡ് പൗഡർ, ബട്ടർ, മിൽക്ക് മെയ്ഡ് ആവശ്യത്തിന്, സേമിയം, റോസ്റ്റ് ചെയ്ത സേമിയാണ് ഞാൻ എടുത്തത്. സ്റ്റൗ കത്തിച്ചതിന് ശേഷം പാൻ വെച്ച് കൊടുക്കുക. പാന് നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ നന്നായി മെൽറ്റായി വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ബട്ടർ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സേമിയം ഇട്ട് കൊടുക്കുക. പൊടിച്ചെടുത്തതാണ്. സേമിയയും ബട്ടറും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. റോസ്റ്റ് ചെയ്ത സേമിയ കൊണ്ട് ഒരു 10 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അല്ലാത്തതാകുമ്പോൾ ഒരു 15 മിനിറ്റ്. ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കാം. ഒരു 1/4 കപ്പ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. പഞ്ചസാരയും ബട്ടറും സേമിയയും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ഞാൻ ചേർക്കുന്നത്. ഇതിലേക്ക് പാൽപ്പൊടിയും ചേർക്കാം. ഞാൻ മിൽക്ക് മെയ്ഡ് ചേർത്തപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് തോന്നി, അതാണ് ഞാൻ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് 2 പാത്രത്തിലേക്കാക്കുക. ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പകുതി നമ്മൾ ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരേ ലെവലാക്കി കൊടുത്തതിന് ശേഷം നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് മാറ്റി വെക്കാം. ഒരു പാന് അടുപ്പത്ത് വെച്ചതിന് ശേഷം പാലൊഴിച്ച് കൊടുക്കാം. പാലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ച് പൊടിച്ച പഞ്ചസാര ചേർക്കാം. ഇനി ഇതിലേക്ക് കോൺഫ്ലവറും കസ്റ്റാർഡ് പൗഡറും കുറച്ച് വെള്ളത്തിൽ കട്ടയില്ലാതെ കലക്കിയെടുക്കുക.
പാലൊഴിച്ചും കലക്കിയെടുക്കാം കേട്ടോ. ഞാനിവിടെ പച്ചവെള്ളത്തിലാണ് കലക്കിയെടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യാൻ. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കുകയാണ്. അപ്പോൾ കട്ടയില്ലാതെ നന്നായി കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൂടായ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കാം. ഒരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡാണ് ഞാൻ എടുത്തത്. പഞ്ചസാര ചേർത്തത് കൊണ്ട് മിൽക്ക് മെയ്ഡ് കുറച്ചാണ്. എല്ലാവരുടെയും മധുരത്തിനനുസരിച്ച് ചേർക്കട്ടോ. നല്ല മധുരം വേണ്ടിയിട്ട് അധികം മിൽക്ക് മെയ്ഡ് ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പാണ് എടുത്തത്. ഇത് നന്നായി കുറുക്കിയെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ചെയ്യാൻ. നന്നായി കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വെക്കാം. ചൂടാറിയിട്ടുണ്ട്. ഇനി കുറേശ്ശെ എടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ച് സേമിയത്തിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ബാക്കി വന്ന സേമിയ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഞാൻ സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബദാം വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഇത് തണുപ്പിച്ച് വേണം കഴിക്കാൻ, എന്നാലാണ് സൂപ്പർ ടേസ്റ്റ്. ചൂടോടെ കഴിക്കുന്നതും ടേസ്റ്റ് ഉണ്ട്, തണുപ്പിച്ചാൽ അധികം ടേസ്റ്റ് ആട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. താങ്ക് യു.